ഇന്ന് സാമ്പത്തിക മേഖലയിൽ പലരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ ഭാഗവാക്കാകുന്ന പ്രധാനപ്പെട്ട ഒരു ഇടപാടാണ് ഇൻഷുറൻസ് എന്നുള്ളത്. ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടികൾ ഇൻഷുർ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുണ്ട്. ഒന്നാമതായി നാം അറിയേണ്ടത്, ഇന്ന് ലോകത്ത് നിലവിലുള്ള ഭൂരിഭാഗം ഇൻഷുറൻസുകളും അനിസ്ലാമികമാണ്. ഇസ്ലാമിന്റെ നിയമശാസനകൾക്ക് വിധേയമല്ല അവ ഭൂരിഭാഗവും. അത്തഅമീനു തിജാരി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഗണത്തിലാണ് അത് വരിക. അഥവാ നിശ്ചിതമായ ഒരു തുക അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഹിതം പോളിസിയായി നമ്മൾ മാസത്തിലോ വർഷത്തിലോ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപകടമോ രോഗമോ നാശനഷ്ടങ്ങളോ സംഭവിച്ചാൽ ആ കമ്പനി നമ്മെ സഹായിക്കും എന്നാണ് പറയാറ്. പ്രതിസന്ധി മറികടക്കാൻ സഹായമുണ്ടാകും എന്നതാണ് ന്യായമെങ്കിൽ, അഥവാ ഒന്നും സംഭവിച്ചില്ല എന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മളങ്ങനെ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ 500 1000 വീതം അങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആ ഇടയ്ക്കൊന്നും നമുക്കൊരു സംഭവവും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെങ്കിൽ നാം അടച്ച പൈസ മുഴുവനും ആര് കൊണ്ടുപോകും? അതിൻ്റെ നടത്തിപ്പുകാരായ ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോകും. അപ്പോൾ ഉപഭോക്താവിന് നഷ്ടവും കമ്പനിക്ക് ലാഭവുമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നേരെ മറിച്ചും അങ്ങനെ ഉണ്ടാകാം. നമ്മൾ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അടച്ചു, 10 മാസത്തിനുള്ളിൽ ഒരു അപകടം സംഭവിച്ചു. നമ്മൾ ആകെ അടച്ചത് ഏറി വന്നാൽ 10000 രൂപയായിരിക്കും. നഷ്ടപരിഹാരമായി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ വസൂലാക്കുന്നത്, നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ലക്ഷങ്ങളാണ്. അപ്പോൾ പോളിസി എടുത്തയാൾക്ക് അവിടെ ലാഭവും കമ്പനിക്ക് നഷ്ടവുമാകുന്നു. ഈ രീതി ഇസ്ലാമികമായി അനുവദനീയമല്ല എന്ന് നമ്മൾ തീർത്തും മനസ്സിലാക്കേണ്ടതുണ്ട്. കുല്ലു മുആമലത്തിൻ തദൂറു ബൈനൽ ഗുൻമി വൽ ഗുർം വഹുവ മൈസർ. ഒരു വിഭാഗത്തിന് ലാഭവും മറ്റേ വിഭാഗത്തിന് നഷ്ടവും ഉണ്ടാകുന്ന ഏത് ഇടപാടും ഇസ്ലാമികമായി പറഞ്ഞാൽ അത് ചൂതാട്ടത്തിന്റെ ഗണത്തിലാണ് വരുന്നത്. ഫഹുവ ഗൈറു ജായിസ, അത് അനുവദനീയമല്ല, ഹലാലല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച അപകടങ്ങൾ, അതിന്റെ കാരണങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഇടപാടിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും നമ്മുടെ വാഹനങ്ങളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടികളോ ഇൻഷൂർ ചെയ്യുമ്പോഴൊക്കെ അവിടെ സംഭവിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ ചില അപകടങ്ങൾ ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദീനനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കി അതിൽ നിന്ന് അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. ഒന്ന്, അതിൽ ഗറർ അല്ലെങ്കിൽ ഊഹക്കച്ചവടമാണ് നടക്കുന്നത്. ചതിയിലൂടെ അല്ലെങ്കിൽ വഞ്ചനയിലൂടെ ഒരു വിഭാഗത്തിന്റെ സ്വത്ത് മറ്റുള്ള ആളുകൾ കൈക്കലാക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഇടപാടുകളെ ശക്തമായി വിലക്കിയിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാദ് വ അൻ ബൈഇൽ ഗറർ. അഥവാ ആദ്യ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തരം കച്ചവട രീതിയായിരുന്നു. അഥവാ വ്യക്തതയും കൃത്യതയുമില്ലാത്ത ഇടപാടുകൾ. എന്താണ് ഞാൻ വാങ്ങുന്നത്, എനിക്ക് കിട്ടുന്നത്, എത്രയാണ് എനിക്ക് കിട്ടുന്നത്, എപ്പോഴാണ് അതിൻ്റെ കയ്യിലേക്ക് എത്തുക എന്നൊന്നും ഒരു കൃത്യതയോ വ്യക്തതയോ ഇല്ലാത്ത ഇടപാടുകൾ ഏതാണെങ്കിലും അത് നിഷിദ്ധമാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു ഇടപാട് നമ്മൾ നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് അൻ ബൈഇൽ ഹസാദ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ഏർപ്പാടായിരുന്നു. ഒരു കല്ലെടുത്ത് അല്ലെങ്കിൽ ഒരു പിടി കല്ലെടുത്തുകൊണ്ട് അവർ ഏതെങ്കിലും വസ്തുക്കളിലേക്ക് എറിയും, കച്ചവടത്തിന് വേണ്ടി നിരത്തി വെച്ചിട്ടുള്ള വസ്തുക്കളിലേക്ക്. അത് ചിലപ്പോൾ ആടുകളാകാം, ഒട്ടകങ്ങളാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്ത്രങ്ങളോ വസ്തുക്കളോ ആകാം. ആ കല്ല് എറിയുമ്പോൾ അത് എവിടെയാണോ കൊണ്ടത് ആ വസ്തു തനിക്ക് കിട്ടും. എവിടെയും കൊണ്ടില്ലെങ്കിലോ പൈസ പോയി. ഇന്നുമുണ്ട് അതിൻ്റെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കച്ചവട രീതികൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും, കല്ല് കൊടുത്തിട്ട് നീ എറിഞ്ഞോ, ആ എറിഞ്ഞ കല്ല് എവിടെ പതിക്കുന്നുവോ അത്രയും സ്ഥലം നിനക്കുള്ളതാണ്. അപ്പൊ നല്ല ഊക്കോടുകൂടി എറിയാൻ സാധിക്കുന്ന ആളാണെങ്കിൽ ഉടമസ്ഥന് നഷ്ടം വരുത്തുന്ന രീതിയിൽ വലിയ ഒരു ഏരിയ അയാൾക്ക് സ്വന്തമായി കിട്ടും, ചെറിയ പൈസയിൽ. എന്നാൽ ആ രീതിയിൽ എറിയാൻ കഴിയാതെ വന്നാലോ, ചെറിയൊരു ദൂരത്ത് ചെന്ന് ആ കല്ല് പതിക്കുമ്പോൾ കുറഞ്ഞ വിഹിതം മാത്രമേ അയാൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എത്രയാണ് എനിക്ക് കിട്ടുക, എന്താണ് എനിക്ക് ലഭിക്കുക എന്ന് കൃത്യതയും വ്യക്തതയുമില്ലാത്ത അത്തരം ഊഹക്കച്ചവടങ്ങൾ, അതിൽ ഗറർ, ചതിയുണ്ട്, വഞ്ചനയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അത് പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം.
ഇതിലും അങ്ങനെ തന്നെയാണ്. നമ്മളങ്ങനെ മാസം തോറും അടച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര എനിക്ക് കിട്ടും? എനിക്കൊരു അപകടവും എൻ്റെ വസ്തുക്കൾക്കൊരു നഷ്ടവും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ അടച്ചതൊന്നും കിട്ടൂല. അതല്ല, ചെറിയ ഇടവേളയ്ക്ക് ഉള്ളിൽ തന്നെ അപകടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടും. അവിടെയും ഒരു കൃത്യതയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിലക്കിയ ഖറർ എന്ന് പറയുന്ന ഈ ഊഹക്കച്ചവടത്തിന്റെ ഒരു ഭാഗമാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും ഇസ്ലാമികമായി ന്യായീകരിക്കുവാനോ അംഗീകരിക്കുവാനോ പറ്റില്ല എന്നാണ്. അതേപോലെ ഇസ്ലാം വിലക്കിയ ഒന്നാണ് ചൂതാട്ടം. ചിലർക്ക് ലാഭം കിട്ടും, വേറെ ചില ആളുകൾക്ക് നഷ്ടം സംഭവിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, മദ്യം, അതേപോലെ തന്നെ ചൂതാട്ടം, പ്രതിഷ്ഠകൾ, പ്രശ്നം നോക്കുവാനുള്ള അമ്പുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഏർപ്പാടായിരുന്നു. ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്വാൻ, പൈശാചിക വൃത്തികളിൽപ്പെട്ട മ്ലേച്ഛമായ വൃത്തികെട്ട സംഗതികളാകുന്നു. ഫജ്തനിബൂഹു, അതുകൊണ്ട് വിശ്വാസികളായ നിങ്ങൾ അത് ഒഴിവാക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വരിക്കാൻ. ഇവിടെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ചൂതാട്ടത്തെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞത്. അത് പ്രതിഷ്ഠയും അതേപോലെ മദ്യവും പോലെയുള്ള വസ്തുക്കളോട് ചേർത്ത് അതിന്റെ ഇടയിലാണ് അള്ളാഹു പറഞ്ഞത്. ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസ്വാബ് വൽ അസ്ലാം. ഈ പറഞ്ഞ ഓരോ കാര്യത്തിന്റെയും ഗൗരവം ഒരു വിശ്വാസിക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മദ്യം നിഷിദ്ധമാണ് എന്ന് പറയേണ്ട പ്രത്യേക കാര്യമില്ല. അതേപോലെ തന്നെ പ്രതിഷ്ഠകൾ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ തിന്മയാണ്, തെറ്റാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിന്റെ ഇടയിലാണ് വൽ മൈസിർ, ചൂതാട്ടത്തെ അള്ളാഹു പറഞ്ഞത്. അഥവാ നമ്മൾ കുറച്ചു കൊടുക്കുന്നു, അതിനേക്കാൾ കൂടുതലായി നമ്മൾ വാങ്ങുന്നു. പലിശയും അതിൽ വരുന്നു. പലിശയുടെ ഇസ്ലാം നിഷിദ്ധമാക്കിയ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു നിങ്ങൾക്ക് കച്ചവടം അനുവദിച്ചു തന്നു. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കി. അതിന്റെ ഗൗരവം വിശദീകരിക്കുന്ന എത്രയോ ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലിശയുടെ ഏറ്റവും ചെറിയ വിഹിതം തന്നെ സ്വന്തം ഉമ്മയുമായി വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാം എത്ര കണ്ട് അറപ്പോടും വെറുപ്പോടും കൂടിയാണ് പലിശ എന്ന വ്യവസ്ഥിതിയെ കാണുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതലായി ഗ്യാരണ്ടി ചെയ്ത് വാങ്ങുക എന്നത്, 1,00,000 കൊടുത്ത് 1,10,000 അല്ലെങ്കിൽ 1,10,000 നമ്മൾ ഡിമാൻഡ് ചെയ്ത് വാങ്ങുന്നുവെങ്കിൽ നാം അടച്ചതിനേക്കാൾ കൂടുതൽ തരണമെന്ന വ്യവസ്ഥയാണ് ഇൻഷുറൻസിലൂടെ നമ്മൾ എഗ്രിമെന്റായി രേഖപ്പെടുത്തുന്നതെങ്കിൽ അതിൽ പലിശയാണ് സംഭവിക്കുന്നത്. നമ്മളൊരാൾക്കൊരു വായ്പ കൊടുത്തു അല്ലെങ്കിൽ കടമായി നമ്മുടെ സ്വത്ത് കൊടുത്തു, തിരിച്ചു തരുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ അഡീഷണലായി കൂടുതലായി വേണമെന്ന് നമ്മൾ വ്യവസ്ഥ വെച്ചാൽ അത് പലിശയാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഏർപ്പാട് ഇസ്ലാം നിഷിദ്ധമാക്കിയ ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ട പലിശയുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ അർഹതയില്ലാത്തത് നമ്മൾ കൈപ്പറ്റലാണ്, എടുക്കലാണ് അതിലൂടെ സംഭവിക്കുന്നത്. സാധാരണയായി ജോലി ചെയ്താൽ ആ ജോലിക്ക് അനുസൃതമായ കൂലി കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വസ്തുക്കൾ വിൽക്കുമ്പോൾ അതിന്റെ വില നമ്മൾ കൊടുക്കും. ഇങ്ങനെ ഒന്നുമില്ലാതെ ബിലാ മുഖാബിൽ ഒരു കാര്യത്തിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ അതിന്റെ ഈക്വലായ ഒരു രീതിയിലൂടെ അല്ല ഇവിടെ പണം കൈപ്പറ്റുന്നത്. കമ്പനി ഏത് വ്യവസ്ഥയിലാണ് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ കൊടുത്ത പൈസ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അങ്ങനെ 100 കണക്കിന് 1000 ആളുകളുടെ പൈസ അവർ സ്വന്തം എടുക്കുന്നു. അതേപോലെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ സംഭവിച്ചാൽ നമ്മൾ കൊടുത്തതിനേക്കാൾ വലിയ സംഖ്യ നമ്മൾ കൈപ്പറ്റുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നാം അവർക്ക് എന്ത് സേവനം ചെയ്തിട്ടാണ് കൂടുതൽ സംഖ്യ നമ്മൾ തിരിച്ചു വാങ്ങുന്നത്? അല്ലെങ്കിൽ അവർ നമുക്ക് എന്തൊരു സർവീസ് ചെയ്തിട്ടാണ് നമ്മുടെ പൈസ അവർ വസൂലാക്കുന്നത്? ജോലിയുടെ കൂലി എന്നല്ലാതെ, ഏതെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിന്റെ വില എന്നല്ലാതെ ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെയല്ലാത്ത, അർഹതയില്ലാത്ത, അനർഹമായ സ്വത്ത് വാങ്ങിയെടുക്കുകയാണ് ഇൻഷുറൻസിലൂടെ നടക്കുന്നത്. അതേപോലെ ചിലപ്പോൾ ബാധ്യതയില്ലാത്തത് ബാധ്യതയാക്കുന്ന ഒരു ഏർപ്പാടും കൂടി അവിടെയുണ്ട്. ഫീഹി ഇൽസാമു ബിമാ ലാ യൽസമു ശർഅ. മതപരമായി നമുക്ക് ബാധ്യതയില്ലാത്തൊരു കാര്യം അടിച്ചേൽപ്പിച്ച് ബാധ്യതയപ്പെടുത്തുന്ന ഒരു രീതി
ഇസ്ലാമികമായി ദുൽമാണ്, അന്യായമാണ്. 1000 വീതം നമ്മൾ 10 മാസം കമ്പനിക്ക് അടച്ചു എന്ന് വെക്കുക. ആ വ്യക്തിക്ക് ലക്ഷങ്ങൾ കൊടുക്കുവാൻ ബാധ്യതപ്പെടുത്തുന്ന കരാറാണ് ഇൻഷുറൻസിലൂടെ എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. 1000 രൂപ വീതം മാസം അടച്ചു, 10 മാസമായപ്പോൾ 10,000 രൂപ. പക്ഷേ നമുക്ക് നമ്മുടെ വാഹനത്തിന് സംഭവിച്ച അപകടം, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് സംഭവിച്ച നഷ്ടം, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച രോഗമോ പ്രയാസങ്ങളോ ആയി ഹോസ്പിറ്റലിൽ ചെലവായത് ലക്ഷങ്ങളാണ്. അപ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം അത് തരാൻ അവർ നിർബന്ധിതരാണ്. കോടതിയിൽ പോയാൽ അത് നമുക്ക് വസൂലാക്കി കിട്ടും. ഇങ്ങനെ ഇൽസാമുൻ ബിമാ ലാ യൽസമു ശർഅൻ, മതപരമായി ഒരാളെ നിർബന്ധിക്കുവാൻ ബാധ്യതപ്പെടുത്തുവാൻ പാടില്ലാത്തൊരു കാര്യത്തിന് ബാധ്യതപ്പെടുത്തുന്നു എന്നുള്ളതും ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തിന്മയാണ്, ഹറാമാണ്, തെറ്റാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭയുടെ ഫത്വയിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അത്തഅമീനു തിജാരി ബിജമീഇ അഷ്കാലി, ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഷുറൻസ് അതിന്റെ ഏത് വകഭേദങ്ങളും ഏത് രൂപങ്ങൾ എടുത്താലും എല്ലാം നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അടിസ്ഥാന നിയമവും വിധിയും ഇതാണ്. എന്നാൽ ചില നാടുകളിൽ, ചില സ്ഥാപനങ്ങളിൽ ഇജ്ബാരിയായി, കമ്പൽസറിയായി, നിർബന്ധിതമായി നാം ഇൻഷുറൻസിൽ ചേർന്നേ പറ്റൂ എന്ന വ്യവസ്ഥയുണ്ടാകും. നമ്മുടെ നാട്ടിലേതുപോലെ വാഹനം ഇൻഷുറൻസ് ചെയ്യാതെ നമുക്ക് വാഹനം ഇറക്കുവാനും ഓടിക്കുവാനും പറ്റുകയില്ല. അതേപോലെ ചില സ്ഥാപനങ്ങൾ ആ ജീവനക്കാർക്ക്, അവിടെയുള്ള ജോലിക്കാർക്കൊക്കെ കമ്പൽസറിയായി, നിർബന്ധിതമായി ഇൻഷുർ ഏർപ്പെടുത്തും. അങ്ങനെ നിർബന്ധമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് നിർബന്ധമാണോ അല്ലേ എന്ന് പരിശോധിക്കണം. നിർബന്ധമല്ലെങ്കിൽ അനിസ്ലാമികമാണ്, ചേരാൻ പാടില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ചെറിയൊരു വിഹിതമല്ലേ പിടിക്കുകയുള്ളൂ, കിട്ടിയാൽ നല്ലൊരു കിട്ടലല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും അതിന് തലവെച്ചു കൊടുക്കരുത്. നിർബന്ധിതമാണെങ്കിൽ തന്നെ നിർബന്ധിതാവസ്ഥ മറികടക്കുവാനുള്ളതിൽ മാത്രം ചേരുക, അതിന്റെ മിനിമത്തിൽ നിൽക്കുക, മാക്സിമത്തിലേക്ക് പോകാതിരിക്കുക. ശവം, പന്നിമാംസം, അതേപോലെ അള്ളാഹു അല്ലാത്തവർക്ക് പ്രഖ്യാപിക്കപ്പെട്ട നേർച്ച വഴിപാടുകൾ, ഇവയെല്ലാം നിഷിദ്ധമാണ് എന്ന് അറിയിച്ച ഖുർആനിൽ എത്രയോ ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലൊക്കെ അള്ളാഹു സൂചിപ്പിച്ചൊരു കാര്യം, ഒരാൾ നിർബന്ധിത സാഹചര്യത്തിൽ അയാൾക്ക് പന്നിമാംസമല്ലാതെ ഒന്നും തിന്നാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമികമായി അറുക്കപ്പെട്ടതല്ലാത്ത ശവമല്ലാതെ അയാളുടെ മുന്നിൽ വേറെയില്ല, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, അള്ളാഹു അല്ലാത്തവർക്ക് മുമ്പിൽ നേർച്ചയായി സമർപ്പിച്ച വസ്തുക്കളല്ലാതെ ഭക്ഷണമായി ഒന്നും അയാൾക്ക് കിട്ടാനില്ല, ജീവൻ പ്രതിസന്ധിയിലാണ് എങ്കിൽ അയാൾ അത് ആഗ്രഹിക്കാതെ, അതിൽ പരിധി വിടാതെ, നിർബന്ധിത സാഹചര്യത്തിൽ അയാൾക്ക് കഴിക്കുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് അനിവാര്യമായി വരികയും ചെയ്യും. സൂറത്ത് അൻആമിലെ 145-ാമത്തെ ആയത്തിലും, സൂറത്തുൽ ബഖറയിലെ 173-ാമത്തെ ആയത്തിലും, സൂറത്തുൽ നഹ്ലിലെ 115-ാമത്തെ ആയത്തിലും, സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിലും ഒക്കെ ഈ വിഷയം അല്ലാഹു വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒരു കാര്യം അനിവാര്യ ഘട്ടത്തിൽ നമുക്ക് അനുവദിച്ചു തരുമ്പോൾ അതിന്റെ അനിവാര്യത മറികടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നല്ലാതെ, പന്നിമാംസം ഏതായാലും നിഷിദ്ധാണല്ലോ, പട്ടിണിയുടെ ഘട്ടത്തിൽ അനുവദിച്ചു, എന്നാൽ ലാവിഷായി അങ്ങ് വയറ് ഫുള്ളാക്കി തിന്നു കളഞ്ഞേക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല എന്നർത്ഥം. അനിവാര്യതയുടെ ആ ഘട്ടം മറികടക്കുന്ന അളവിൽ മാത്രം അതിന്റെ മിനിമത്തിൽ നിൽക്കണം. അപ്പോൾ ഉദാഹരണത്തിന് വാഹന ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ തേർഡ് പാർട്ടി പോളിസി മാത്രമേ എടുക്കുവാൻ പറ്റുകയുള്ളൂ. ഫുൾ കവറേജ് ഇൻഷുറൻസ് ദീനനുസരിച്ച് മുന്നോട്ട് പോകണം. പടച്ചറബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുന്നവളാണ് എങ്കിൽ ഫുൾ കവറേജ് പറ്റുകയില്ല എന്നർത്ഥം. അടച്ച സംഖ്യയേക്കാൾ കൂടുതൽ വാങ്ങാൻ നമുക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് 1000 അടച്ച ആളുകൾക്ക് 20,000 ചിലവായിട്ടുണ്ടെങ്കിൽ എന്തേ നമുക്ക് വാങ്ങുവാൻ പാടുള്ളൂ? 10,000 ഞാൻ തന്നിട്ടുള്ളൂ, അത് മതി, അതേ എനിക്ക് അവകാശമുള്ളൂ. 20,000 തരാൻ അവർ റെഡിയാണെങ്കിലും ആ ബാക്കിയുള്ള 10,000 നമുക്ക് ഹലാലല്ല എന്ന് മനസ്സിലാക്കുവാനും തീരുമാനിക്കുവാനും സാധിക്കും. അങ്ങനെ കൃത്യമായി സാമ്പത്തിക ഇടപാടുകളിൽ, പ്രത്യേകിച്ച് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാതെ പലരും പോളിസി ചേർക്കലുണ്ട്.
ചിലപ്പോൾ പ്രിയപ്പെട്ട ആളുകൾ, കൂട്ടുകാര്, അയൽവാസികൾ, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും അതിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ. അവർ വന്ന് പറയുമ്പോൾ എങ്ങനെ അവരെ തിരിച്ചയക്കും എന്ന് വിചാരിച്ച് അതിൽ പോളിസി എടുക്കുന്ന ആളുകളുണ്ട്. ദീനിയായ വിഷയം ഇന്നതാണ് എന്ന് മനസ്സിലാക്കി അത് അനുവദനീയമല്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനോട് നോ പറയുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.